ഓടിപ്പോയി ഒരു A4 ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോം ഷീറ്റോ എടുത്തിട്ട് പോയാൽ നമുക്ക് അടുത്തൊരു ന്യൂ ഇയർ കാർഡ് ഉണ്ടാക്കാം. വേറെ ഒന്നുമില്ല, ഇതുപോലെ ഫോം ഷീറ്റ് രണ്ടായിട്ട് മുറിക്കുക. ഒരു A4 ഷീറ്റാണെന്നുണ്ടെങ്കിൽ നേർ പകുതിയായിട്ട് രണ്ടായിട്ട് മുറിക്കുക. അതിൽ ഒന്നിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു വെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം മറ്റേ ഒന്ന് അതിൻ്റെ ബേക്കിലോട്ട് ഒട്ടിക്കുക. അത് മറ്റേ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന സംഭവം മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡ് ഒന്ന് കർവാക്കി കൊടുക്കണം. പിന്നെ ഞാൻ 26 എന്നൊക്കെ എഴുതുന്നുണ്ട്. ഇപ്പോഴും ഞാൻ 16 നിൽക്കുക, അതിൻ്റെ അപ്പുറത്തോട്ട് മാറിയിട്ടില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് പേപ്പേഴ്സൊക്കെ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ ഉള്ളത് എഴുതി കളറൊക്കെ കൊടുത്ത് അതും മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഈ പടക്കം പൊട്ടിക്കുന്ന സംഭവമൊക്കെ ഇല്ലയോ, അതൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ട് അതും കീറി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാർസൊക്കെ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഹാർട്ട് ഷേപ്പൊക്കെ ഞാനൊന്ന് റെഡ് പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് മുറിച്ചതിന് ശേഷം ഞാൻ കളർ ചെയ്ത് കൊടുത്താണ് കേട്ടോ. പിന്നെ ഞാനൊരു വൈറ്റ് പ്ലെയിൻ പേപ്പർ വയ്ക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു മെസ്സേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്താൽ മതി. പിന്നെ ഒന്നുമില്ല, പിന്നെ ആറഞ്ചും പുറഞ്ചൊന്നും എല്ലാം അതിനകത്തോട്ട് ഒട്ടിച്ച് പിടിക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു പൂക്കിയുടെ പടമൊക്കെ അങ്ങ് വരച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്, അതിൻ്റെ കുറച്ച് ഫോട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അതിനുശേഷം അതിൻ്റെ സൈഡിലോട്ടൊക്കെ കുറച്ച് ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ ഞാൻ അങ്ങ് ഒട്ടിച്ച് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പ്ലെയിൻ ആയിട്ട് ഒരു പേപ്പർ നമ്മൾ സെറ്റാക്കിയില്ലായോ, അതിന് നമുക്ക് വേണ്ട ഒരു മെസ്സേജ് മാത്രം എഴുതിയാൽ മതി. അതായത് നിങ്ങൾ ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് അവരുടെ പേരും പിന്നെ അല്ലെ അവർക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മെസ്സേജും കൂടെ അതിനകത്തോട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്, നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വാചകടി അവസാനിച്ചു. ബൈ.